നമ്മുടെ തൃശ്ശൂർ ട്രിപ്പിൻ്റെ പാർട്ട് 3 കേട്ടോ. വളരെ മനോഹരമായ സ്ഥലത്ത് കൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇരിങ്ങാലക്കുട കഴിഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്. നമ്മുടെ ചീനിക്കാസൊക്കെ പോകുന്നുണ്ട് ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളിത് കൊടുങ്ങല്ലൂർ സ്റ്റാൻഡിലെത്തും. അപ്പോൾ നമ്മുടെ പുല്ലൂറ്റ് പാലവും കാര്യങ്ങളും എത്തിയിട്ടുണ്ട് കേട്ടോ. എൽഡോറാഡോ കത്തിച്ച് വിടേണ്ട. എൽഡോറാഡോനെ പറ്റി പറയുകയാണെങ്കിൽ ആളൊരു മാരക ഐറ്റം കേട്ടോ. അതായത് നമ്മൾ ഇതേ സ്റ്റാൻഡിൻ്റെ അവിടെ എത്തിയിട്ടോ. ചെറിയ ബ്ലോക്കും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് ആളെ ഇറക്കി വണ്ടി പാലത്തിൻ്റെ അടിയിൽ കൊണ്ടിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോകാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഇതേ ആളെയും കാര്യങ്ങളും നമ്മളിത് കൊണ്ടിറക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നേരെ പാലത്തിൻ്റെ അടിയിൽ പോവുക, ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിത് എത്തിയപ്പോൾ ഇതേ ചന്ദ്രൻ ചേട്ടൻ, രോഹിത് ചേട്ടനും ദീപു ചേട്ടനും എത്തിയിട്ടുണ്ട്. ദീപു ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ചാമ്പ്യൻ ടൂറിസ്റ്റേഴ്സിൻ്റെ പഴയൊരു ഡ്രൈവറാണ്. ആളിപ്പോൾ ഇല്ല. ആൾ വരാം. നമ്മളിത് നേരെ ഫുഡ് കഴിക്കാൻ പോകേണ്ട ദീപു ചേട്ടനും എൽഡറാഡോ, പിന്നെ നമ്മുടെ കണ്ടക്ടർ ഏട്ടൻ, പിന്നെ രോഹിത് ഏട്ടൻ, ഇവരൊക്കെ കൂടി തൊട്ടപ്പുറത്തൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകേണ്ട. നമ്മുടെ മോഡേണിൻ്റെ ഫ്രണ്ട് ഓക്കെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ, മോഡേൺ ഓക്കെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ എത്തിയിട്ടുണ്ട്. ദീപു ചേട്ടൻ എൻ്റെ അടുത്ത് ബിരിയാണി വാങ്ങാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഫുഡും കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ശില്പിയിൽ ഇനി അവർ കിടന്നുറങ്ങാൻ പോകണം. അപ്പോൾ ഞാൻ നേരെ വീട്ടിലും കാര്യങ്ങളും പോവേണ്ട. അപ്പോൾ അതിനു മുന്നേ ഇവർ കുറച്ച് നേരം കത്തി വയ്ക്കുന്നുണ്ട് ദീപു ചേട്ടനായിട്ട്. ദീപു ചേട്ടനാണ് ഇനി തൃശ്ശൂർക്ക് പോകണേ കൂടെ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ വൈകുന്നേരം നമ്മുടെ അഞ്ഞൂറാൻ വരണമെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് അഞ്ഞൂറാൻ വരണമെന്ന് പറഞ്ഞ് ഓടി വന്നു കേട്ടോ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ. അഞ്ഞൂറാൻ്റെ പഴയ വണ്ടിയാണ് വന്നത്. പുതിയ വണ്ടി നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായി, പുതിയ വണ്ടിയിലെ. അത് അഞ്ഞൂറാൻ വന്ന വഴിയിൽ കിളി നമ്മുടെ ചങ്കായിരുന്നു. അപ്പോൾ അവർ അമ്പലത്തിൻ്റെ വേറെ സൈഡിലേക്ക് വണ്ടി പാർക്കും കാര്യങ്ങൾ ചെയ്യാനുള്ള തന്ത്രപ്പാടിലായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല അഞ്ഞൂറാനെ പറ്റി പറയുകയാണെങ്കിൽ ഡ്യുവൽ കളറിൽ ആദ്യമായിട്ട് വണ്ടി ഇറക്കിയത് വരാം കേട്ടോ, പ്രകാശിൽ നിന്ന്. പിന്നെ നമ്മളിത് പിന്നെ വൈകിട്ട് ശില്പി, നമ്മുടെ അനൂപേൻ്റെ ശില്പിയിൽ വന്നു കേട്ടോ. അപ്പോഴേക്കും ഈ ടൈമിൽ നമ്മുടെ രാകേഷേൻ്റെ ശില്പിയും ഇപ്പോൾ എത്തും കേട്ടോ. അപ്പോൾ അത് രാജേഷേൻ്റെ ശില്പിയും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിൽ ദീപു ചേട്ടനുണ്ട്, പിന്നെ കണ്ടക്ടറേനുണ്ട്, രാജേഷേനുണ്ട്. ഇവർ 4 പേര് നിന്ന് കത്തി വയ്ക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അമിഗോസിൽ മുതലാളി